ഞാനെന്ത് ഇങ്ങനൊക്കെ സ്വപ്നം കാണുന്നേ? അതും അവള്. അയ്യേ, എന്നാലും ഞാനെന്തായിരിക്കും അങ്ങനെ സ്വപ്നം കണ്ടത്? ആ, എന്തെങ്കിലും ആവട്ടെ. ഓ, ഇവിടെ കുടിക്കാൻ വെള്ളവും ഇല്ലേ? എന്താ അത്? ഇവളെന്തിനാ ഇങ്ങനെ കിടന്ന് കരയണേ? मुस्कान झूठी है And how you don't know ഡാ, this clean. Mom it up now that he's getting hot at the body shop doing something. നിന്നെ ഇനി ഭാഗത്തെങ്ങാനും കണ്ട ഇറങ്ങ. നീ രക്ഷപ്പെട്ടെന്നൊന്നും കരുതണ്ട, ഞാൻ നിന്നെ എടുത്തോളാം. ഇറങ്ങി പോണെന്ന് അറിയിച്ചലക്കാണ്ട്. ഇരുന്ന് മോങ്ങാണ്ട് പോയി തുണി എടുത്തിട്. കണ്ടാമാര് കയറി വരുമ്പോ വാതില തുറന്നിട്ടിട്ട് ഇരുന്ന് മോങ്ങുന്നവള്. ഇയാൾക്ക് എന്തൊട്ട് സാധനം, ഇയാൾക്ക് എന്നൊന്ന് സമാധാനിപ്പിച്ചുകൂടെ? ചേട്ടന്റെ ഫ്രണ്ട്സ് പോയോ? പോയി. എന്താ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ഇത് വലിയ ശല്യായല്ലോ. എന്താ? ചേട്ടൻ സിംഗിൾ ആണോ? നിനക്ക് എന്തൊക്കെ അറിയണം? ആണെങ്കി ഒന്നുമില്ല, ഒരു ആപ്ലിക്കേഷൻ തരാനായിരുന്നു. ചെറുക്ക, എന്റെ അടുത്ത് വേണ്ട നിന്റെ വേഷം കെട്ടൊന്നു. തമാശകളിയൊക്കെ നിനക്ക് പറ്റിയ കൂട്ടരുണ്ടാവും, അവരുടെ കൊണ്ട് ഇറക്കിയാ മതി. എന്റെ അടുത്ത് ഇറക്കണ്ട. അയ്യോ ചേട്ടാ, ഞാൻ തമാശ പറഞ്ഞതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. എനിക്ക് ചേട്ടനെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറങ്ങിക്കോണ എന്റെ റൂമിൽ നിന്ന്. നിനക്ക് നാണമില്ലേ? ആണാണെന്നും പറഞ്ഞ് നടക്കാൻ. മക്കളെ വാ, എല്ലാരും വാ, ഫുഡ് കഴിക്കാം. അല്ല പാറുമോളെ, നീ എന്താ മിണ്ടാതിരിക്കുന്നത്? നിനക്കെന്തൊരു വിഷമം പോലെ? ഏയ് ഒന്നുമില്ല ആൻറ്റി, തോന്നിയതാവും. ആണോ? എന്നാ കുഴപ്പമില്ല. അല്ല രഘു, പാറുമോൾക്ക് കല്യാണം നോക്കുന്നില്ലേ? 10-20 വയസ്സായില്ലേ അവൾക്ക്? അയ്യോ ആൻറ്റി, എനിക്ക് 10-20 വയസ്സൊന്നുമില്ല, 19 ആയേ ഉള്ളൂ. പിന്നെ എന്തിനാ ആൻറ്റി വെറുതെ ഒരാളെ ലൈഫ് കളയുന്നത്? ഞാനിങ്ങനെ അടിച്ചു പൊളിച്ച് നടന്നോളാം. ആഹാ, ഒരു കല്യാണം കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് നടക്കാലോ. ഒരു ലൈഫ് വേണ്ടേ മോളെ? എന്റെ പൊന്ന് സീതേച്ചി, വന്ന കല്യാണങ്ങളല്ലേ ഇവള് മുടക്കി വിടുക. 19 വയസ്സായിട്ട് കാര്യമുണ്ടോ? കെട്ടിച്ചു വിടണ്ടേ ഇവളെ? അങ്ങനെയാണോ? എന്നാ നമ്മുടെ ശിവമോന് വേണ്ടി ആലോചിച്ചാലോ പാറു? അതാവുമ്പോ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ ആഗ്രഹമായിരുന്നു മുമ്പ്. അതാവുമ്പോ നിനക്ക് മുടക്കാനും പറ്റൂല. അതെ, അത് നല്ല കാര്യം ചെയ്തേ. എനിക്കും അത് തന്നെ ആഗ്രഹം. എനിക്ക് മതിയായി, ഞാൻ പോവാ, പഠിക്കാണ്ട്. പാറമോക്ക് നാണം വന്നെന്ന് തോന്നുന്നു. എന്താ മോനെ ശിവ, നിനക്ക് ഓക്കെ ആണോ അത്? അതെ, എനിക്ക് കോള് വരുന്നുണ്ടെന്ന് തോന്നുന്നു, ഞാൻ പോട്ടെ. ഈ പിള്ളേരുടെ ഒരു കാര്യങ്ങളെ. മിഥുനെ, എന്താടാ നിന്റെ മുഖം പാടിയിരിക്കുന്നേ? അങ്ങനൊന്നുമില്ല രേവമ്മ, തലവേദന ഉണ്ട് എനിക്ക്, ചിലപ്പോ അതാവും. ആണോ മോനെ? എന്നാ മോൻ വേഗം കഴിച്ചിട്ട് പോയി കിടന്നു. രേവമ്മ മരുന്ന് കൊണ്ട് വരാം. മരുന്ന് കഴിച്ചിട്ടൊന്ന് ഉറങ്ങിയാ മതി, ശരിയായിക്കോളൂ. അല്ല കിച്ചു, നിനക്ക് ഇതുവരെയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? കുറച്ചു നേരത്തെയും കൂടെ തുള്ളിച്ചാടി നടക്കണ ഞാൻ കണ്ടാണല്ലോ. എന്തു പറ്റി പെട്ടെന്ന്? അറിയില്ല അമ്മ, പെട്ടെന്ന് വന്നത്. സാരില്ല, എന്ന് ഉറങ്ങുമ്പോ ശരിയാവുമായിരിക്കും. എനിക്ക് മതി, ഞാൻ പോവാ. എടാ കഴിച്ചിട്ട് പോടാ കെവിനെ. എനിക്ക് വേണ്ട, മതിയായി.
ഇവനെന്താണ് ഭ്രാന്തായ? ആ എന്തെങ്കിലും കാണിക്കട്ടെ, നിങ്ങൾ കഴിക്ക്. നീ എന്താ ഇവിടെ? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കയറരുതെന്ന്. ഞാൻ പിന്നെ എന്ത് ചെയ്യാനായിട്ടാ? എന്നോട് ഇവിടെ കിടക്കാൻ അമ്മ പറഞ്ഞു. വലിയ തലവേദനയായല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കൺമുന്നിൽ വരരുതെന്ന്. എനിക്ക് നിന്നെ കാണുന്നതേ വെറുപ്പ്. ആണും പെണ്ണും കേട്ട വർഗം. ചേട്ടാ, ഞാൻ ഈ താഴെ എങ്ങാനും കിടന്നോളും. ചേട്ടന് ശല്യം ചെയ്യില്ല. അമ്മ അറിഞ്ഞാൽ പ്രശ്നമാവും. എന്തേലൊക്കെ കാണിക്ക്. എന്റെ കൺമുന്നിൽ നിന്ന് മാറി നടന്നാൽ മതി. മോനെ കെവിനെ, ആന്റി ഒരു കാര്യം പറഞ്ഞാൽ നീ കേൾക്കുവോ? എന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്ന? ആന്റി പറഞ്ഞ എന്തേലും ഞാൻ കേൾക്കാതിരുന്നിട്ടുണ്ടോ? അതെനിക്കറിയാടാ, എന്നാലും ഞാൻ ചോദിച്ചെന്നുള്ളൂ. അത്യാവശ്യമായിട്ട് കോഴിക്കോട് വരെ പോകേണ്ട ഒരു കാര്യമുണ്ട്. ശിവക്കാണെങ്കിൽ ബിസിനസ് മീറ്റ് ഉള്ളത് കാരണം വരാൻ പറ്റില്ല. അച്ഛന്മാർ രണ്ടുപേരും പുറത്തു പോയി. അവർക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. കോഴിക്കോട് വരെ പോകേണ്ടത് ലോങ് അല്ലേ, അപ്പോൾ ഒറ്റയ്ക്ക് പോകാനും പറ്റൂല. അപ്പോൾ നീയൊന്ന് വരാമോ കോഴിക്കോടേക്ക്? എന്നെ കൂടെയല്ല. എന്താ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് ഇന്ന് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഞാൻ വരാമല്ലോ. എടാ, നീ അതിനൊന്നും വിചാരിക്കണ്ട. ഞാനിന്ന് നിനക്ക് വല്ല തിരക്കുണ്ടാകുമോ അല്ലെങ്കിൽ വരാൻ പറ്റാത്ത വല്ല സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളൊരു അറിയാനുള്ളൊരു ഇതിൽ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല. പിന്നെ എൻ്റെ കൂടെ അല്ല വരേണ്ടത്. മിഥുന് ഇന്നൊരു എക്സാം ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റൻഡ് ചെയ്തിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് മാത്രമാണ്. അത് മാറ്റി വെക്കാനോ ഒഴിവാക്കാനോ പറ്റിയ ഒന്നല്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ കോഴിക്കോട് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ലോങ് അല്ലേ, അവന് ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഒരു കൂട്ടിനൊരാളില്ലാതെ അങ്ങനെയൊന്നും വിടാനുള്ള ധൈര്യം എനിക്കില്ല. ആന്റി കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. അമ്മ ഞാൻ ഇറങ്ങുവാണേ, പോയി എക്സാം എഴുതിയിട്ട് വരാം. അല്ല, ഏട്ടൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ടോ? ആ മോനെ ചെല്ല്, അവൻ പോയിട്ടുണ്ട്. നന്നായി എക്സാം എഴുതിയിട്ട് വായോ. നീ ഉദ്ദേശിച്ചതുപോലെല്ലാം നടന്നല്ലോ അല്ലേ? ഓ എന്റെ തലവിധി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എന്റെ കാറിൽ കയറ്റേണ്ട വന്നത്. ஒரு ஆகாயோ அது என்றும் வீழ்வது இல்லையடி கண்ணீர் ஒரு வெண்மேகம் வீழாமல் இருப்பதும் இல்லையடி ഹലോ ബേബി, എവിടാ? ആ ഇഷു, ഞാൻ അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാടാ. ബേബി, ഞാൻ ഹോസ്പിറ്റലില്ല. അച്ഛൻ ഇന്നലെ ചെറുതായിട്ട് നെഞ്ചുവേദന വന്നായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി വിളിക്കാൻ പറ്റത്തില്ല. അമ്മ അടുത്ത് കാണും. നീ ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്ക്. അയ്യോ ആണോ? ഇപ്പൊ എങ്ങനെയുണ്ട്? നീ ഫ്രീ ആവുമ്പോ മെസ്സേജ് അയക്ക്. അല്ലെങ്കിൽ വേണ്ട, ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വന്നേക്കാം. അത് വേണ്ട, ഞാൻ നിനക്ക് നൈറ്റ് മെസ്സേജ് അയച്ചോളാം. വെറുതെ സീനാകണ്ട. എന്നാ നീ മെസ്സേജ് അയക്ക്. ശരി ബേബി, ഞാൻ മെസ്സേജ് അയക്കാം. ലവ് യു, ടേക്ക് കെയർ. ശരിയടാ, ബൈ, ലവ് യു. നീ അച്ഛനെ നന്നായിട്ട് നോക്ക്. ചേട്ടാ ഇവിടെ നിന്നോ, എക്സാം എഴുതി കഴിയുമ്പോഴേക്കും ഒരു 1 hour എടുക്കും. ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ഐശ്വര്യ അല്ലേ ഇത്? ഇവിടെ ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞിട്ട് എന്താ ഇവിടെ? ഹലോ സാർ, നമ്മുടെ ലാസ്റ്റ് പ്രോജക്റ്റ് ക്യാൻസൽ ആയി. ഇപ്പോൾ മെയിൽ വന്നതാണ്. ഓ ഷിറ്റ്. മോളെ പാറു, ഈ വെള്ളം കൊണ്ട്
ശിവയുടെ റൂമിൽ കൊണ്ടേ വെച്ചേ? എന്തോ അമ്മ, അമ്മക്ക് പോയി കൊടുത്തൂടെ? എനിക്കൊന്നും ഇഷ്ടമല്ല ചെക്കൻ്റെ റൂമിൽ കയറി പോവാൻ. പാറു, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ നിക്കല്ലേ. നിന്നോട് വേറൊരു പണി എടുക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു ചെറിയ ജോലിയല്ലേ പറഞ്ഞുള്ളൂ. അതൊന്ന് ചെന്ന് കൊണ്ടേ കൊടുത്തേ, വേഷം കെട്ടിറക്കാണ്ട്. അമ്മനെ കൊണ്ട്. ശരി, ഇങ്ങോട്ട് താ. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയി കിടന്നുറങ്ങും കേട്ടോ. ഞാൻ താഴത്തോട്ട് ഇറങ്ങുന്നില്ലേ. എന്തേലും കാണിക്കും. നീ ആദ്യം ആ വെള്ളം കൊണ്ടേ കൊടുക്ക്. എന്നാ ഇങ്ങത്താ. അത് ശരി, വാതിലടിച്ചിരുന്നിട്ട് കുടിക്കാണല്ലേ. എടോ, എന്നാ വെള്ളം അമ്മ തരാൻ പറഞ്ഞു. ഇയാൾ എവിടേക്ക് നോക്കണേ? ഡോ, എന്താടോ മൂത്ത് നോക്കി സംസാരിക്കടോ? ഈ റൂമിൽ ടി വി മാത്രമേ ഉള്ളൂ, ഇതിന് റിമോട്ട് ഇല്ലേ? നീ അതൊന്ന് നോക്കിയെടുത്ത് തന്നെ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. പിന്നെയാടാ, ഞാനായിരുന്നു നിന്റെ ഭാര്യ. കുടിച്ചു നോക്കിയാലോ? വേണോ? കുടിക്കാം. അയ്യോ, തീർന്നു. കാലിനെ കൊല്ലും. അയ്യോ, ഇതെന്താ ഇങ്ങനെ? ദൈവമേ, തലൊക്കെ കറങ്ങുന്നുണ്ടല്ലോ. എന്താ ഇത്? എന്റെ കുപ്പിയിലുള്ളതൊക്കെ എവിടെ? നീ അതെടുത്ത് കുടിച്ചോ? നീ എന്താ ഇങ്ങനെ? അത് ഞാൻ എടുത്ത് കുടിച്ചു ദാഹിച്ചപ്പ. ശിവേട്ടനെ കാണാൻ എന്ത് ഭംഗിയാ. पहले भी मैं तुमसे मिला हूँ, पहली दफा ही मिलके लगा, तूने छुआ जख्म को मेरे, मरहम Can I? दिल पे लगा। पागल पागल है थोड़े बादल, बादल है दोनों खुल के, पर से भीगे आ जरा। ഇവൻ ഫോൺ എടുത്തില്ലേ? ഇത് ഞാനല്ലേ? എൻ്റെ ഫോട്ടോ എന്തിനാ ഇവൻ വാൾപേപ്പർ ഇട്ടേക്കുന്നത്? അതും എൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോ. ചേട്ടാ, പോവാ? പോവാം. നീ ഡ്രൈവ് ചെയ്യൂ, എനിക്കെന്തോ സുഖമില്ല. ചേട്ടാ, ഞാൻ ചെയ്തോളാം. എന്താ ഇത്? ബ്രേക്കില്ലേ വണ്ടിക്ക്? ബ്രേക്ക് കിട്ടുന്നില്ലല്ലോ. എന്താടാ, എന്തു പറ്റി? ഒന്നുമില്ല ചേട്ടൻ, കണ്ണടച്ച് കിടന്നോളൂ, പെട്ടെന്ന് സുഖാവും. കിച്ചു, ഡാ കിച്ചു. അയ്യോ, ആരെങ്കിലും ഒന്ന് ആംബുലൻസ് വിളിക്ക്. കിച്ചു, ഒന്ന് എഴുന്നേക്കടാ. കിച്ചു,
ശിവ എന്റെ മോനെ വാതിലോർക്ക്. ഡാ ശിവ. காதல் ஒரு ஆகாயோ அது என்றும் வீழ்வது இல்லையடி கண்ணீர் ஒரு வெண்மேகம் வீழாமல் இருப்பதும் இல்லையடி